ഉടൻ തന്നെ ഒരു യെല്ലോ ഓറഞ്ച് ലൈറ്റ് എക്സാം ഹാളിൽ പ്രകാശിക്കുന്നു. ഈ ലൈറ്റ് വെച്ചുകൊണ്ട് പേപ്പർ പരിശോധിച്ചിട്ടും അവർക്കൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വൈറ്റിന് വളരെയധികം ദേഷ്യം വരുന്നു. എല്ലാവരും ലൈറ്റിന്റെ പുറകെ പോയി സമയം കളഞ്ഞത് മതിയെന്ന് വൈറ്റ് പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ബ്രൗൺ ഇതൊരു ജാപ്പനീസ് കമ്പനി അല്ലേ എന്നും ഒറിഗാമി പോലുള്ള പേപ്പർ ആർട്സ് കൊണ്ട് പ്രശസ്തമായ രാജ്യമാണല്ലോ ജപ്പാൻ എന്നും പറയുന്നു. അതിനാൽ തന്നെ എന്തെങ്കിലും പേപ്പർ ആർട്സ് ഈ പേപ്പറിൽ ചെയ്താലോ എന്ന് ബ്രൗൺ കളിയാക്കി ചോദിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടേൽ നിന്റെ പേപ്പറിൽ ചെയ്താൽ മതിയെന്ന് വൈറ്റ് മറുപടിയായി നൽകുന്നു. ഉടൻ തന്നെ വൈറ്റിന് ഒരു ഐഡിയ തോന്നുന്നു. അതായത് മേധാവി പറഞ്ഞ രണ്ടാമത്തെ റൂൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ പേപ്പർ നശിപ്പിക്കരുത് എന്നല്ലേ. അതുകൊണ്ട് വൈറ്റ് ആദ്യം പുറത്താക്കപ്പെട്ട ചൈനക്കാരുടെ പേപ്പർ എടുക്കുന്നു. ചൈനക്കാരുടെ പേപ്പർ ആരുടെയും അല്ലാത്തതിനാലും അവൾ എക്സാമിൽ നിന്ന് പുറത്തായതിനാലും ആ പേപ്പർ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് വൈറ്റിന് മനസ്സിലായി. വൈറ്റ് ഉടൻ തന്നെ ഗോൾഡ് പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ ഒരു പെൻസിൽ കൊണ്ട് പേപ്പർ ഷെയ്ഡ് ചെയ്ത് നോക്കുന്നു. ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെളിഞ്ഞു വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് വൈറ്റ് അങ്ങനെ ചെയ്തത്. പക്ഷെ വീണ്ടും എല്ലാവരും പരാജയപ്പെടുന്നു. എന്നാൽ അവർ ചോദ്യം കണ്ടുപിടിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചില്ല. ലൈറ്റിനും പെൻസിലിനും ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇനി ലിക്വിഡ് കൊണ്ട് ശ്രമിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ചൈനക്കാരുടെ പേപ്പർ രണ്ടായി കീറുന്നു വൈറ്റ്. കീറിയ പേപ്പറിൽ അല്പം സലൈവ ഉപയോഗിച്ച് എന്തെങ്കിലും തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് ബ്ലാക്ക് നോക്കുന്നു. എന്നാൽ വീണ്ടും അവർ പരാജയപ്പെടുന്നു. അപ്പോഴേക്കും 23 മിനിറ്റ് കഴിഞ്ഞിരുന്നു. എല്ലാ പ്ലാനും പരാജയപ്പെട്ട അവസ്ഥയിൽ അവർ എല്ലാവരും വിഷമിച്ചിരിക്കുന്നു. ഇതേ സമയം ഇത്രയും നേരം സംസാരിക്കാത്ത ഡെഫ് സംസാരിക്കാനായി തുടങ്ങുന്നു. എന്നാൽ ഡെഫ് സംസാരിക്കുന്നത് ഫ്രഞ്ചിലാണ്. ഡാർക്കിന് ഫ്രഞ്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. പേപ്പറിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്ക് കാണാമോ എന്നും ഇതിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങളെ തന്നെയാണെന്നും എപ്പോഴും വ്യക്തമായി കാണുകയാണ് പ്രധാനമെന്നും ഡെഫ് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും വൈറ്റിനാകെ ദേഷ്യം വരുന്നു. ഡെഫിനെ പുറത്താക്കി നമുക്ക് 6 പേർക്കും കൂടി ചോദ്യം കണ്ടെത്താമെന്ന് വൈറ്റ് പറയുന്നു. ഇത് കേട്ടതും നമ്മളെല്ലാവരെയും ഈ എക്സാം ഹാളിൽ അടച്ചിട്ട ശേഷം നമ്മളുടെ മേൽ കമ്പനി ബോർഡ് മെമ്പേഴ്സ് എല്ലാം ബെറ്റ് കെട്ടി നമ്മളെ വെച്ച് ഗെയിം കളിക്കുകയാണെന്ന് പരിഹാസത്തോടെ ബ്രൗൺ പറയുന്നു. ഇത് കണ്ടുനിന്ന ഡാർക്ക് താനൊരു ഗാംബ്ലർ അല്ലേ എന്ന് ബ്രൗണിനോട് ചോദിക്കുന്നു. എന്നാൽ ബ്രൗൺ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങളെന്നും ഈ കമ്പനി CEO ഒരു ബുദ്ധിമാനാണെന്നും നമ്മൾ എന്തൊക്കെയോ കാര്യത്തിൽ സ്പെഷ്യലാണെന്നും അതുകൊണ്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തതെന്നും ഡാർക്ക് പറയുന്നു. ഡാർക്ക് സംസാരിച്ചത് ഈ കമ്പനിയെപ്പറ്റി നന്നായി അറിയാവുന്ന ഒരാളെ പോലെയാണ്. ഇത് കേട്ടതും ഞങ്ങൾക്കാർക്കും ഈ കമ്പനിയെപ്പറ്റി വലുതായി ഒന്നും അറിയില്ലെന്നും നിനക്ക് മാത്രം എങ്ങനെ ഇത്രയും കാര്യം അറിയാമെന്നും ബ്രൗൺ ചോദിക്കുന്നു.